നമസ്കാരം. CBSE പരീക്ഷ കാത്തിരിക്കുന്ന നിരവധി വിദ്യാർത്ഥികൾ ഇന്ത്യക്ക് പുറത്തുണ്ട്. ഗൾഫ് രാജ്യങ്ങളിലടക്കം പ്രവാസികളായ ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികളും അവരുടെ രക്ഷിതാക്കളും വലിയൊരു ആശങ്കയിലായിരുന്നു. CBSE പരീക്ഷാ രജിസ്ട്രേഷന് സർക്കാർ നടപ്പിലാക്കിയ പുതിയ അപാർ ID എന്ന 12 അക്ക നമ്പർ നിർബന്ധമാക്കിയതോടെ വിദേശത്തുള്ളവർക്ക് അത് എങ്ങനെ നേടാൻ സാധിക്കുമെന്ന ചോദ്യം അവരെ അലട്ടിയിരുന്നു. എന്നാൽ CBSE ഇപ്പോൾ ഈ ആശങ്കകൾക്ക് ഒരു ആശ്വാസ വാർത്ത നൽകിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിലെ CBSE വിദ്യാർത്ഥികളെ അപാർ ID നിയമത്തിൽ നിന്ന് ഒഴിവാക്കിക്കൊണ്ടുള്ള പുതിയ സർക്കുലർ പുറത്തിറങ്ങി. CBSE 10ാം ക്ലാസ് 12ാം ക്ലാസ് പരീക്ഷാ രജിസ്ട്രേഷന് അപാർ ID നിർബന്ധമില്ലെന്ന് ബോർഡ് അറിയിച്ചിരിക്കുന്നു. എന്താണ് അപാർ ID എന്ന് ചോദിച്ചാൽ, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഒരു രാജ്യം ഒരു വിദ്യാർത്ഥി ID എന്ന പദ്ധതിയുടെ ഭാഗമായി രൂപം നൽകിയതാണ്. അതായത് ഓട്ടോമാറ്റഡ് പെർമനന്റ് അക്കാഡമിക് അക്കൗണ്ട് രജിസ്ട്രി എന്ന 12 അക്ക തിരിച്ചറിയൽ നമ്പർ. പ്രീ പ്രൈമറി തലം മുതൽ ഉന്നത വിദ്യാഭ്യാസം വരെയുള്ള ഒരു വിദ്യാർത്ഥിയുടെ എല്ലാ അക്കാഡമിക് വിവരങ്ങളും ഡിജിറ്റലായി സൂക്ഷിക്കുന്നതിനാണ് ഈ സംവിധാനം. വ്യാജ സർട്ടിഫിക്കറ്റുകൾ തടയുക, വിദ്യാഭ്യാസ രേഖകൾ എളുപ്പത്തിൽ ലഭ്യമാക്കുക തുടങ്ങിയ ലക്ഷ്യങ്ങളോടെയാണ് ഇത് നടപ്പാക്കിയത്. CBSE ഇന്ത്യയിലെ വിദ്യാർത്ഥികൾക്ക് അപാർ ID നിർബന്ധമാക്കിയതോടെ വിദേശ രാജ്യങ്ങളിലെ CBSE സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ആശങ്കയായി. മറ്റു രാജ്യങ്ങളിലെ നിയമങ്ങളും ഭരണപരമായ കാര്യങ്ങളും കാരണം ആധാർ അടിസ്ഥാനമാക്കിയുള്ള ഈ ID എടുക്കുന്നത് പ്രവാസികൾക്ക് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പല രക്ഷിതാക്കളും ഇതിനെതിരെ പ്രതിഷേധം അറിയിച്ചിരുന്നു. ഈ ആശങ്കകൾക്ക് പരിഹാരമായിട്ടാണ് CBSE പുതിയ സർക്കുലർ പുറത്തിറക്കിയത്. അതത് രാജ്യങ്ങളിലെ നിയമപരമായ കാരണങ്ങൾ പരിഗണിച്ച് വിദേശ സ്കൂളുകളെ അപാർ ID രജിസ്ട്രേഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇത് ഗൾഫ് രാജ്യങ്ങളിൽ ഉൾപ്പെടെയുള്ള അവിടുത്തെ വിദ്യാർത്ഥികൾക്ക് വലിയ ആശ്വാസമാണ് നൽകിയത്. 10ാം ക്ലാസ് +2 വിദ്യാർത്ഥികളുടെ ലിസ്റ്റ് ഓഫ് കാൻഡിഡേറ്റ്സ് രജിസ്ട്രേഷൻ സെപ്റ്റംബർ 30 വരെ നടക്കും. പുതിയ നിയമം മൂലം പ്രവാസികൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ബുദ്ധിമുട്ടുകൾ CBSE പരിഗണിച്ചത് സ്വാഗതാർഹമാണ്. ഇത് വിദേശ രാജ്യങ്ങളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പരീക്ഷാ തയ്യാറെടുപ്പിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അവസരം നൽകും. ഇന്ത്യക്ക് പുറത്തു പഠിക്കുന്ന കുട്ടികൾക്ക് അപാർ ID നിർബന്ധമാക്കുന്നതിൽ നിന്ന് CBSE പുറകോട്ട് പോയത് വളരെ നിർണായകമായ ഒരു തീരുമാനമാണ്. ഇത് വിദേശത്തുള്ള ലക്ഷക്കണക്കിന് ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും വലിയ ആശ്വാസം നൽകും. ഇന്ത്യയിൽ വിദ്യാഭ്യാസ രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യാനും വ്യാജ സർട്ടിഫിക്കറ്റുകളും തടയാനും അപാർ ID സഹായിക്കുമെങ്കിലും വിദേശ രാജ്യങ്ങളിലെ വ്യത്യസ്ത നിയമങ്ങളും സാങ്കേതിക പ്രശ്നങ്ങളും കാരണം പ്രവാസി വിദ്യാർത്ഥികൾക്ക് ഇത് വലിയ വെല്ലുവിളിയായിരുന്നു. പുതിയ തീരുമാനം CBSEയുടെ പ്രായോഗിക സമീപനത്തെയാണ് കാണിക്കുന്നത്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും വിദ്യാർത്ഥികൾക്കും അവരുടെ അക്കാഡമിക് ഭാവി സുഗമമാക്കാൻ ഇത് സഹായിക്കും. ഈ നീക്കം ഇന്ത്യയിലെ വിദ്യാഭ്യാസ സമ്പ്രദായം ആഗോളതലത്തിൽ കൂടുതൽ ഉൾക്കൊള്ളുന്നതും വിദ്യാർത്ഥി സൗഹൃദമാക്കുന്നു എന്നതിന്റെയൊക്കെ സൂചന കൂടിയാണ്. ഭാവിയിൽ ഇത്തരം നയരൂപീകരണങ്ങൾ നടത്തുമ്പോൾ പ്രവാസി സമൂഹത്തിന്റെ ആശങ്കകൾ കൂടി പരിഗണിക്കുമെന്നാണ് ഈ തീരുമാനം നൽകുന്ന സന്ദേശം. ചുരുക്കത്തിൽ, വിദേശത്ത് പഠിക്കുന്ന കുട്ടികളുടെ രക്ഷിതാക്കളുടെ ഭാരം കുറയ്ക്കുന്നതും അവരുടെ വിദ്യാഭ്യാസ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതുമായ ഒരു നല്ല ചുവടുവെപ്പാണ് CBSE നടത്തിയിരിക്കുന്നതെന്ന് പറയാം.